Hi guys, this is Samsung Galaxy Watch Ultra and Watch 7. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഫസ്റ്റ് ലുക്കിംഗ് ഇംപ്രഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗാലക്സി വാച്ച് അൾട്രയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അൾട്രയിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ ഡിസൈനാണ്. സോ സാംസങ് ഇതുവരെ ബിൽറ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ന്യൂവസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഗാലക്സി വാച്ച് അൾട്രയിൽ കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി റൗണ്ട് ആയുള്ള ഡിസ്പ്ലേ ആണ് ഗാലക്സി വാച്ച് അൾട്രയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത് ടൈറ്റാനിയമാണ്. ഗ്രേഡ് 4 സഫയർ ഗ്ലാസ് ആണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നത്. ഫസ്റ്റ് ലുക്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഗാലക്സി വാച്ച് അൾട്രയിൽ കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ വരുന്നത് 4.7 സെന്റിമീറ്റർ ആണ്. സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്. സ്റ്റോറേജ് 32 GB സ്റ്റോറേജ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ ഈ സിം സപ്പോർട്ടഡ് ആണ്. എംബഡഡ് സിം ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഒരു ബോക്സി ലുക്ക് ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നത് സാംസങ്ങിന്റെ തന്നെ സാംസങ് വെയർ ഓയിസിലാണ്. ബാറ്ററി വരുന്നത് 590 mAh. നമുക്കൊരു 3-day ബാറ്ററി ബാക്കപ്പ് ആണ് ഇതിൽ പറയുന്നത്. ഫുൾ ഫംഗ്ഷനോട് കൂടി 3-day ബാറ്ററി ബാക്കപ്പ്. പിന്നെ ഇതിന്റെ ഡ്യൂറബിലിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ IP68 ഗ്രേഡിംഗ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. സോ 100 മീറ്റർ വാട്ടർ ഇൻഡെപ്തിൽ നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയുമെന്നാണ് സാംസങ് പറയുന്നത്. പിന്നെ ഇതിൽ വരുന്ന മേജർ അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ പ്രോസസ്സറാണ്. 3nm 5 പ്രോസസ്സറാണ് ഇതിൽ സാംസങ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഇതുവരെയുള്ള സാംസങ് ലൈനപ്പിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാച്ചാണ് സാംസങ് ഗാലക്സി വാച്ച് അൾട്ര എന്ന് പറയുന്ന ഈ മോഡൽ. പിന്നെ ഇതിൽ ഡ്യുവൽ GPS ആണ് അൾട്രയിൽ സാംസങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലെ സെൻസേഴ്സ് വരുന്നതല്ല അപ്ഡേറ്റഡ് ബയോആക്റ്റീവ് സെൻസേഴ്സ് ആണ്. നോട്ടീസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ സ്ട്രാപ്പാണ്. ഒരു ന്യൂ റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂ സ്ട്രാപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആപ്പിൾ വാച്ച് നൈക്ക് സീരീസിലൊക്കെ നമ്മൾ ഇതേപോലത്തെ സ്ട്രാപ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊരു വെറൈറ്റീസ് ആയിട്ടുള്ള ഡിഫറൻസ് ഒരു 4 to 5 കളേഴ്സ് സ്ട്രാപ്പ് ഇതിൽ വരുന്നുണ്ട്. ഡൈനാമിക് ലെഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതായത് സ്ട്രാപ്പ് റിമൂവ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ ബാക്ക് സൈഡിൽ ഒരു ക്ലിപ്പ് ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇത് റിമൂവ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ജസ്റ്റ് അതുപോലെ പുഷ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാനും കഴിയും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇത് -20° to 50° വരെ ഇത് ഈസി ആയിട്ട് പെർഫോം ചെയ്യുന്നതാണ് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. ആൾട്ടിറ്റ്യൂഡ് റെസിസ്റ്റന്റ് എന്ന് പറയുന്നത് 9000 മീറ്റേഴ്സോ അത്രയും ഹൈറ്റ് 9000 മീറ്റർ ഹൈറ്റിൽ വരെ പെർഫോം ചെയ്യുന്നതാണ് സാംസങ് പറയുന്നത്. അൾട്രയിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം വെച്ചാൽ സേഫ്റ്റി സൈറൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ ഇതിന്റെ ഫംഗ്ഷൻ ബട്ടൺസ് നോക്കുമ്പോഴത്തേക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ബട്ടൺ ഫംഗ്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 5 seconds ഇത് ഹോൾഡ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സേഫ്റ്റി എമർജൻസി അലാം ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് 86 decibel അതായത് 180 മീറ്റർ ചുറ്റളവ് അലാം ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു എമർജൻസി സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനത്തെ ഒരു സേഫ്റ്റി ഫീച്ചർ ഇതിൽ പുതിയതായിട്ട് സാംസങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാച്ച് അൾട്രയിൽ ഒറ്റ വേരിയന്റ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. 4.7 സെന്റിമീറ്റർ മാത്രം ആ ഒരു ഒറ്റ സൈസാണ് വാച്ച് അൾട്രയിൽ വരുമ്പോഴത്തേക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇതാണ് സാംസങ് വാച്ച് 7 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ലുക്ക് വൈസ് 6 പോലെ തന്നെയാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കാണുന്നത്. ഓൺലി തിങ് ഇതിൽ വരുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ സ്ട്രാപ്പ്. പിന്നെ ഇതിൽ ഇൻഡെപ്ത് ആയിട്ട് പോകുമ്പോഴേക്കും ഇതിൽ പ്രോസസ്സർ നമ്മുടെ അൾട്രയിൽ കൊടുത്തേക്കുന്ന പോലെ 3nm പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ സൈസ് 4.4 and 4 അങ്ങനെ 2 വേരിയന്റ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. 4.4 വരുന്നത് 425 mAh ബാറ്ററി, 4 സെന്റിമീറ്റർ ഡിസ്പ്ലേ വരുമ്പോഴത്തേക്കും 300 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 50 മീറ്റർ വരെ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഉണ്ട് ഇതിൽ. പിന്നെ IP68 ആണ് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ് വരുന്നത്. സോ ഇതൊക്കെയാണ് വാച്ച് അൾട്രയും വാച്ച് 7ലും ഫസ്റ്റ് ലുക്കിങ്ങിൽ നോട്ടീസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ മോർ ഓഫർ റിലേറ്റഡ് ആൻഡ് പ്രൈസ് റിലേറ്റഡ് എൻക്വയറീസിന് വേണ്ടിയിട്ട് സാംസങ്ങിന്റെ ഫോറം മോളിലെ സ്മാർട്ട് കഫേയുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബൈ ബൈ.